സ്കൂളിംഗ് തൊട്ട് തന്നെ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് ഈ ഡിഫോൾട്ട് സെറ്റിംഗ് മാറ്റാനാണ്. മുതലാളിയോട് ലോയൽ ആയിരിക്കും. ഇപ്പൊ ഈ സിനിമകൾ പോലും അങ്ങനത്തെ അല്ല. ഇല്ല, നമ്മുടെ ആ സിനിമ ഉണ്ടല്ലോ, അജേഷിന്റെ സിനിമ ഏതായിരുന്നത്, പൊന്മാൻ. അപ്പൊ പൊന്മാൻ സിനിമ ഫുൾ ആ സാധനമാണ് വിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആ പൊന്മാൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, സ്വർണ്ണോ ഡയമണ്ട് നായികയുടെ കുടുംബക്കാര് മോഷ്ടിക്കുന്നതാണല്ലോ തീം. ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് അജേഷാണ്. പക്ഷെ അജേഷിന്റെ മുതലാളിയുടെയാണ് സ്വർണം. അജേഷിന്റെ മുതലാളി വന്ന് കഷ്ടപ്പെടുന്നു. അജേഷിന്റെ മുതലാളി ഒരു ദിവസം വന്നിട്ട് അജേഷിന് രണ്ടെണ്ണം കൊടുക്കുന്നു, അവന്റെ മൂക്കത്ത് ഇടിക്കുന്നു. അപ്പൊ ഉടനെ അജേഷ് പറയാം, രണ്ടെണ്ണം കിട്ടിയാലെന്താ, ഞാനത് കണ്ടുപിടിച്ചിരിക്കും. അപ്പൊ ഈ ഫുൾ ഓഡിയൻസ് അജേഷിന്റെ ഒപ്പമാണ്. ഓ, അജേഷ് ഫൈറ്റ് ചെയ്യണം, അജേഷ് മാസാണ്, അജേഷ് ചെയ്യണം, അജേഷ് ചെയ്യണം. നോബഡി ഈസ് തിങ്കിങ്, എടാ അജേഷ് എന്തിനാണ് ഇതിന് ഫൈറ്റ് ചെയ്യേണ്ടത്? അജേഷിന്റെ അല്ലല്ലോ സ്വർണം, ഇത് മുതലാളിയുടെ അല്ലേ? മുതലാളി പറഞ്ഞു കഴിഞ്ഞാൽ അജേഷ് കഷ്ടപ്പെടുന്ന സംഭവം ഇങ്ങനെ തിന്നുന്ന മുതലാളിയല്ലേ. അവനാണെങ്കിൽ ഒരു ടെൻഷൻ, അവൻ ഇതിന്നൊക്കെ മാറിയില്ല. ഈ റെസ്പോൺസിബിലിറ്റിയും ഫൈറ്റും ഇവൻ കുത്തുവരെ കൊല്ലാൻ വേണ്ടി അജേഷ് റെഡി ആവുകയാണ്. എന്നിട്ട് നമ്മൾ അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുകയാണ്. അജേഷ് അടിപൊളി സംഭവമാണ്. അതുപോലെ ഈ സ്ലേവറിനെ റൊമാൻറ്റിസൈസ് ചെയ്യുകയും ഹീറോയ്ക്ക് ആയി കാണുന്ന ഒരു സംഭവമായി നമ്മൾ മാറിക്കഴിഞ്ഞു. അതാണ് ഈ പൊന്മാൻ സിനിമയിൽ നമ്മൾ മാനസികമായി അജേഷുമായിട്ട് ചേരുന്നതിന് ഒരു കാരണം അതാണ്.